നമ്മൾ കുറേ ആയല്ലേ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. കാരണം നമ്മൾ നോമ്പും മറ്റു തിരക്കുകളും എല്ലാം ആയിട്ട് വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്നാക്സിൻ്റെയും കേക്കിൻ്റെയും ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻസ് കണ്ടാലോ? അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തേക്കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിനോ, ഇനി എങ്ങനെയുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആണ് വേണ്ടതെന്ന്, പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഹെവി ഡിസൈൻസും ആയിട്ട് ഇനി നെക്സ്റ്റ് ഓരോ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, ചോക്ലേറ്റ് സ്പഞ്ച്. പിന്നെ ഒരു ചെറിയൊരു ടിന്നിലായിട്ട് ഞാൻ 1.5 kg അളവിലെടുത്തിട്ട് ½ kg ഇട്ടത് ഞാൻ ഒരു ചെറിയ 6 ഇഞ്ചിൻ്റെ ടിന്നിലും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആണെങ്കിൽ വൈറ്റ് സ്പഞ്ചും, ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ആണ്. അപ്പോൾ നമ്മളിത് കുഴച്ചിട്ട് നല്ല ഇങ്ങനെ ഉരുള പോലെ ആക്കിയിട്ട്, ഇങ്ങനെ പൊട്ടാത്ത രീതിയിലുള്ള ഉരുള പോലെ ആക്കുന്ന ആ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ഗനാഷ് ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് കൊളാക്കി വെക്കരുത്, പിന്നെ ഒട്ടും സ്റ്റിക്കി ആവാതെ ഭയങ്കരമായിട്ട് ലൂസി ആയിട്ട് പോകും കേട്ടോ. അത് പിന്നെ ഞാൻ ആ ½ kg എന്താ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട, ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള പോപ്സ് ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നട്ട്സ് ഫില്ലിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നട്ട്സും ചോക്കോ ചിപ്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും പിന്നെ മിൽക്ക് മെയ്ഡും ഒക്കെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ്, അതുകൊണ്ട് കുറച്ചൊരു പൊടിക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ഹൈറ്റ് എന്തായാലും വേണം. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ 8 ഇഞ്ചിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഐസിങ് ചെയ്ത് വൈറ്റ് ക്രീമിൽ തന്നെയാണ് സെക്കൻഡ് ഐസിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഐസിങ് കൊടുക്കുന്നത് ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോയും നമ്മുടെ മാജിക്കിൻ്റെ റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു കളറാണ്, ഓറഞ്ച് ആൻഡ് പീച്ച് ആ ഒരു ഷെയ്ഡിലാട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈഗറിൻ്റെ ബ്രൗണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ലുക്കിൽ മാറും കളറ്. നോർമലി ഒരു കളറ് മാത്രം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും 2 or 3 കളേഴ്സ് മിക്സ് ചെയ്ത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സും വെറൈറ്റി ആയിട്ട് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നേർത്ത രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ലൈൻസ് പോലെയായിട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് അളവിൽ മാത്രമായിട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെയാണ് ഒരു ഡിസൈനായിട്ടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നൈസായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ആ ഒരു നേർത്ത പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇനിയും ഹെവി വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ അളവിൽ ഒരു 1/2 ഇഞ്ച് അളവിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒന്നിക്ക് ഡയറക്റ്റ് ആയിട്ട് കളർ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കളറ് ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ട് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പാലറ്റ് നൈഫിലായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് തിക്നെസ്സിൽ കൊടുക്കണ്ട, ലൈറ്റായിട്ട് ആ ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രീപ്പ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് പെട്ടെന്ന് നല്ലോണം വടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഫില്ല് ചെയ്ത് അതിന് നമ്മൾ ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള പാലറ്റ് നൈഫാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നേർത്ത രീതിയിലുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള സ്പൂണില്ലേ, സ്പൂണിൻ്റെ ബാക്ക് വശം, അത് നേർത്ത രീതിയിലുള്ള സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു പാലറ്റ് നൈഫ് അല്ല, ചെറിയ രീതിയിലുള്ള പാലറ്റ് നൈഫാണ് ഉള്ളതെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ ആ കളർ കൊടുത്തതിനേക്കാളും ഒരു പൊടിക്ക് മുകളിലോട്ടേക്ക് വലിക്കണേ. അപ്പോൾ ആ വലിക്കുന്ന സമയത്ത് ഒരു മൊന്ന പോലെ നിൽക്കണം, എങ്കിലേ ആ ഒരു ഭംഗി കറക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ റൗണ്ട് പാലറ്റ് നൈഫിൻ്റെ അകത്ത് ചെയ്യുമ്പം ആ ഒരു റൗണ്ട് ഷേപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൂർത്ത ടൈപ്പ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു സിമൻറ്റ് കത്തിയൊക്കെ നമ്മുടെ തേപ്പിൻ്റെ ആ ഒരു കത്തി പോലെയുള്ള ടൈപ്പാട്ടോ. പിന്നെ ഞാൻ സെയിം ക്രീം എടുത്തിട്ട് നമ്മൾ ചെറിയ സ്റ്റാർ നോസിലിട്ടിട്ട് റൗണ്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരക്കുന്നുണ്ട്. അത് നമ്മൾ ആ വരച്ച് കൊടുത്ത എൻഡിങ്ങിലാട്ടോ കൊടുക്കുന്നത്. ഒരു പൊടിക്ക് സ്ഥലം ഒഴിവാക്കി വിട്ടിട്ടാണ് നമ്മൾ ആ ഒരു റൗണ്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്യുന്നത് പോലെയല്ല, സൈഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് റിസ്ക് ആണ് ഏത് ഫ്ലവർ ആയാലും. എങ്കിലും നമ്മൾ നീറ്റായിട്ട് സ്ലോ ആയിട്ട് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പല ആൾക്കാരും പറയാറുണ്ട്
ഞാൻ മാക്സിമം വീഡിയോസ് ചുരുക്കുന്ന സമയത്ത് എക്സ്പ്ലനേഷൻസ് നോർമലി മുൻപൊക്കെ ചെയ്യുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. പല ആൾക്കാരും വീഡിയോസ് ലെങ്ത്ത് വേണ്ട എന്ന് പറയുന്ന സമയത്ത് ഞാൻ വീഡിയോസ് കുറക്കാറുണ്ടായിരുന്നു, ലെങ്ത്ത് ഷോർട്ട് ആക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള കമൻസ് വരുന്നത്, വീഡിയോസ് ലോങ് ആയാലും കുഴപ്പമില്ല, നമുക്കത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു കേക്കിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതുകൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മടിയന്മാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. കാണുന്ന ആൾക്കാർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്ത് തരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ലൈക്ക്, ആ ഒരു സബ്സ്ക്രൈബും അതല്ലേ നിങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴെ ഫ്ലവേഴ്സൊക്കെ വരച്ചതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീമും എടുത്തിട്ട് ആദ്യം നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു. പിന്നെ ആ ഒരു ക്രീമിനെ കൊണ്ട് തന്നെ ഇതുപോലെ റാ 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 ആ ഒരു ഷേപ്പ് എന്തായാലും നമ്മൾ പറ വരച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റാ രീതിയിൽ തന്നെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഡിസൈനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ റൗണ്ടിൽ ആ ഒരു ഹാർട്ട് ഷേപ്പ് നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ലുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒന്നിക്ക് നമ്മൾ ലൈൻസ് കൊടുത്തിട്ട് ഡോട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുക്കുക. പിന്നെ ഞാൻ ലീഫി ഗ്രീനും യെല്ലോ കളറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ലീഫ് ഡിസൈൻസ് കൊടുക്കുന്നത്. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ നോസിൽസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പൈപ്പിംഗ് ബാഗ് ഡിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് വലിച്ചെടുത്തത് മാത്രമാണ്. അപ്പോൾ ലീഫിന് പ്രത്യേകിച്ച് ലീഫ് ഡിസൈൻസും കൂടെ ആകുമ്പോൾ ഹെവി ആയിപ്പോവും. അതുകൊണ്ട് ഇത് നൈസായിട്ടുള്ള ഒരു വര മാത്രമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ക്രീം കറക്റ്റ് സ്റ്റിഫായിരിക്കണം, ഓവർ ബീറ്റ് ആവാൻ പാടില്ല, ഓവർ ലൂസ് ആവാൻ പാടില്ല. ക്രീം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻസും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ക്രീം നമ്മൾ ഐസിങ് ചെയ്ത് കഴിയുന്ന സമയമാകുമ്പോഴേക്കും, ഫ്ലവേഴ്സ് വരക്കേണ്ട സമയമാകുമ്പോഴേക്ക് വല്ലാണ്ട് അങ്ങ് ലൂസായി പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, മൊത്തത്തിൽ കൊളാവും. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ കുഞ്ഞു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. ആദ്യം വലിയതും പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ചെറുതൊക്കെ ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയും കേട്ടോ. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ കാണിക്കാറില്ല, ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഞാൻ കാണിക്കാറുണ്ട്. എല്ലാം ലോങ് ആകുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഷോർട്ടാക്കും. പക്ഷേ നമ്മളടുത്ത് നിന്ന് വരുന്ന ഫ്ലോപ്പ് ആയാൽ പോലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടെങ്കിൽ അതുപോലും ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. എന്തിനാ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കുന്നേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ഫുൾ സക്സസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് ഒരിക്കലും അത് ഫ്ലോപ്പ് ആവുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വേറൊരു ഡിസൈൻ ചെയ്യുക. എവിടെയെങ്കിലും ഫ്ലോപ്പ് പറ്റിക്കഴിഞ്ഞാൽ ആ ഫ്ലോപ്പിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പല വീഡിയോസിലും കാണിക്കാറുണ്ട്. അല്ലാതെ നമ്മളിത് അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് ആകുന്നതുകൊണ്ടാണ് ഇതുപോലെ ഫ്ലോപ്പ് ആവുന്ന കാര്യങ്ങൾ പോലും കാണിച്ചു തരുന്നത്. കാരണം അവർക്കും ഇത് ഒരു നിസ്സാര കാര്യമാണ് എങ്കിലും പല വീഡിയോസിലും ഞാൻ പലതും കാണിച്ചു തരാറുണ്ട്. ഓപ്പൺ മൈൻഡായിട്ടാണ് ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ ക്രീമിൽ ടച്ചായി പോയിട്ട് ഡാമേജ് ആവോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതെങ്ങനെയാണ് അതിൽ നിന്നും തരണം ചെയ്യുക എന്നുള്ളത് പോലും ഞാൻ വീഡിയോസിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളറോ അല്ലെങ്കിൽ വേറെ ഷെയ്ഡ്സോ നമുക്ക് കേക്കിൽ കൊടുക്കാം. വൈറ്റ് ക്രീമിൽ ആയിരിക്കണം ഈ ഒരു കളേഴ്സ് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ കളർ ഫുൾ ആയിട്ട് അട്രാക്ഷൻ വരുള്ളൂ. ഓവർ അട്രാക്ഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം അട്രാക്ഷൻ വരും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റോഷാസ് റെസിപ്പീസ്. ലൈക്കും കമൻറ്റും മറക്കല്ലേ.